ഡിസംബർ 1 മുതൽ പാർലമെന്റ് ശീതകാല സമ്മേളനം ആരംഭിക്കുകയാണ്. ബീഹാർ തിരഞ്ഞെടുപ്പും വോട്ട് കൊള്ളയും SIRും അടക്കം രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉയർത്തി പാർലമെന്റിൽ ചോദ്യങ്ങൾ ഉയർത്താനുള്ള ആസൂത്രണം കോൺഗ്രസ് ത്വരിതപ്പെടുത്തി കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായി ന്യൂഡൽഹിയിൽ ചേർന്ന നിർണായക കോൺഗ്രസ് അവലോകന യോഗം മോദി ഭരണത്തിൽ രാജ്യം നേരിടുന്ന വെല്ലുവിളികൾ ചർച്ച ചെയ്ത് പാർലമെന്റിൽ അത് ഉയർത്തി സർക്കാരിനെ ചോദ്യം ചെയ്യുക എന്ന തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. സുതാര്യമായ ഒരു തെരഞ്ഞെടുപ്പിലൂടെ രാജ്യത്ത് ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ കടമ നിറവേറ്റാൻ കോൺഗ്രസ് മീറ്റിംഗിൽ തീരുമാനമായി. രാജ്യത്ത് ഇന്ന് നടമാടുന്ന ജനദ്രോഹ ഭരണത്തിന് കീഴിൽ രാജ്യത്ത് എന്ത് പ്രതിവിധി എന്ന ഒരു അവലോകനം ഈ അവസരത്തിൽ നമ്മൾ പരിശോധിക്കുകയാണ്. നമുക്ക് ഇങ്ങനെ ഒരു രാഹുൽ ഗാന്ധി ഇല്ലായിരുന്നു എങ്കിൽ ഇന്ത്യയിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ചോദ്യം ചെയ്യപ്പെടാൻ ആളില്ലാത്ത ഒരു ഭരണകൂടത്തിൻ്റെ ഇതിലും വലിയ ഭീകരത ഇവിടെ നടമാടുന്ന അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കുക. രാജ്യത്ത് എന്തും ഏകാധിപത്യത്തിൻ്റെ അച്ചുതണ്ടിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെട്ട് ജനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കുകയും സ്വാതന്ത്ര്യത്തെ കൂച്ചുവലങ്ങിടുകയും ചെയ്യുന്ന അതിദാരുണമായ സ്ഥിതിവിശേഷത്തിലേക്ക് രാജ്യം പൂർണ്ണമായി അധപ്പതിക്കുമായിരുന്നില്ലേ? ഇവിടെയാണ് രാഹുൽ ഗാന്ധി പ്രതിഷേധത്തിൻ്റെ, പ്രതിരോധത്തിൻ്റെ, പ്രക്ഷോഭത്തിൻ്റെ മാർഗം തീർക്കുന്നത്. പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ രാഹുൽ ഗാന്ധിയുടെ കടമ എന്താണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ഇടപെടൽ എന്താണ്? പാർലമെന്റിനകത്തും പുറത്തും രാഹുൽ ഗാന്ധി ഉയർത്തിയ വാദങ്ങളിൽ എത്രമാത്രം കഴമ്പുണ്ട്? മോദി രാഹുൽ ഗാന്ധിയെ ഭയപ്പെടുന്നതിലെ കാരണം എന്ത്? രാജ്യം ആഭ്യന്തരമായി അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ എന്തൊക്കെ? ഇന്ത്യയുടെ ഭാവി എവിടെ? അക്കമിട്ട് നിരത്തിയാൽ ഈ പറഞ്ഞ 6 കാര്യങ്ങളിൽ ഒതുങ്ങുന്നതല്ല. 60,000-ൽ പരം ചോദ്യമുനകൾ ഉയരുമെങ്കിലും വളരെ പ്രധാനപ്പെട്ട സങ്കീർണമായ കാര്യങ്ങളാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ രാഹുൽ ഗാന്ധിയുടെ കടമ എന്ത്? ഇന്ത്യയുടെ രാഷ്ട്രീയ സാമൂഹിക കാര്യങ്ങളിൽ ഭരണത്തിലിരിക്കുന്ന സർക്കാരിനെ ഉദ്ബോധിപ്പിക്കുക, ജനദ്രോഹപരമായ ഭരണ നീക്കങ്ങളെ എതിർത്തുകൊണ്ട് ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വാദിക്കുക, ഭരണഘടനാപരമായ നിഷേധങ്ങളിലേക്ക് സർക്കാർ നീങ്ങിയാൽ പ്രതിരോധിക്കുക തുടങ്ങി അവകാശങ്ങൾക്ക് മേൽ, സ്വാതന്ത്ര്യത്തിനുമേൽ വീഴുന്ന കൂച്ചുവിലങ്ങുകൾ പൊട്ടിക്കുക. ഇത് വളരെ കൃത്യമായി രാഹുൽ ഗാന്ധി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി അല്ലെങ്കിലും രാജ്യത്ത് അതിനു മുകളിൽ പ്രതിബദ്ധതയുള്ള പ്രവർത്തിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. അത് നിവർത്തിക്കുന്നതിൽ അണുവിട വ്യതിചലിക്കാതെ രാഹുൽ ഗാന്ധി പ്രവർത്തിക്കുന്നു. പ്രതിപക്ഷ നേതാവിൻ്റെ കടമ അത് കൃത്യമായി നിർവഹിക്കുന്നു. 2, ഇന്ത്യൻ കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ഇടപെടൽ എന്താണ്? 1947-ൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടി. തുടർന്ന് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യത്തിൽ ഇന്ത്യയുടെ മുഖമായി വർത്തിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ സൂര്യ തേജസ്വികളായ മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു തുടങ്ങിയ അനേക നേതാക്കളുടെ പുണ്യ നേതൃത്വത്തിൽ വർത്തിച്ചുകൊണ്ട് രാജ്യഭരണം നടത്തി ഇന്ത്യയെ പടുത്തുയർത്തി ലോകത്തിലെ തന്നെ നിർണായക ശക്തി രാജ്യമായി ഇന്ത്യയെ ഉയർത്തിക്കാട്ടി. ആ പ്രൗഢത സംരക്ഷിക്കുക, ആ മതേതരത്വം, അഖണ്ഡത, ഐക്യം, ബഹുസ്വരത, ജനാധിപത്യം എന്നിവ ഉയർത്തിപ്പിടിച്ച് രാജ്യത്തെ വർഗീയ ചേരിയിൽ പെടുത്താതെ സംരക്ഷിക്കുക. ഇക്കാര്യങ്ങളിൽ എന്നും കോൺഗ്രസ് തരുമ്പും പിന്നോട്ട് ചിന്തിച്ചിട്ടില്ല. അത് തന്നെയാണ് കോൺഗ്രസിൻ്റെ അടിത്തറയും. എന്തൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടായിട്ടും പരാജയങ്ങൾ ആവർത്തിക്കപ്പെട്ടിട്ടും അണുവിട വ്യതിചലിക്കാതെ കോൺഗ്രസ് ഉറച്ചു നിന്നു. അത് രാഹുൽ ഗാന്ധിയും തൻ്റെ ജീവിത വഴിയിൽ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുന്നു. തൻ്റെ പിൻഗാമികൾ രാജ്യത്തെ സംരക്ഷിക്കാൻ അഹോരാത്രം പ്രവർത്തിച്ചതിൻ്റെ പാത പിൻപറ്റി കുതിക്കുകയാണ് രാഹുൽ ഗാന്ധി എന്ന കോൺഗ്രസ്സുകാരൻ. ഇനി മൂന്നാമത്തെ കാര്യം, പാർലമെന്റിനകത്തും പുറത്തും രാഹുൽ ഉയർത്തിയ വാദങ്ങളിൽ ഉള്ള കഴമ്പ് എത്രമാത്രമുണ്ട്? രാഹുൽ ഗാന്ധി ഉയർത്തിയ വാദങ്ങളിൽ പൂർണ്ണമായി കഴമ്പ് ഉണ്ട് എന്നതിനാലാണ് രാഹുൽ ഗാന്ധിയെ പല രീതിയിൽ മോദി വേട്ടയാടുന്നത്. ആദ്യം രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ട്, പിന്നെ രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തെ അവഹേളിച്ചുകൊണ്ട്, പിന്നെ കള്ളക്കേസുകൾ പെടുത്തിക്കൊണ്ട്. അയൽ രാജ്യങ്ങൾ രാജ്യാതിർത്തിയിൽ അതിക്രമിച്ചു കയറുന്നു. മോദിയുടെ മൗനം. മോദി അദാനി അഴിമതി. ഇന്ത്യ പാക് യുദ്ധത്തിൽ മോദി മറച്ചു വെക്കുന്നത് എന്ത്? ഇതിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ വാദഗതികളിൽ മോദിയുടെ മൗനം.
വോട്ട് കൊള്ളയിലൂടെ ജനാധിപത്യം അട്ടിമറിച്ച് നടത്തിയ അധികാരം പിടിച്ചു പറിക്കൽ, SIR വഴി രാജ്യത്ത് നടത്തുന്ന അവകാശ നിഷേധം, വർഗീയ ചേരിയിൽപ്പെടുത്തി ധ്രുവീകരണം, ഇങ്ങനെ പറഞ്ഞാൽ തീരാത്തത്ര മോദി രാജ്യദ്രോഹങ്ങളിൽ തെളിവുകൾ ഉയർത്തിക്കാട്ടി രാഹുൽ ഗാന്ധി ആഞ്ഞടിക്കുമ്പോൾ BJPയുടെ മോദിയുടെ മുഖംമൂടിയാണ് രാഹുൽ ഗാന്ധി വലിച്ചു കീറുന്നത്. രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങൾ കഴമ്പുള്ളത് കൊണ്ട് തന്നെയാണ് മോദി രാഹുൽ ഗാന്ധിയെ വിവിധ രീതിയിൽ പ്രതിരോധിക്കുന്നത്. അടുത്തത്, മോദി രാഹുൽ ഗാന്ധിയെ ഭയപ്പെടുന്നതിൻ്റെ കാരണം എന്ത്? തൻ്റെ കാലിനടിയിൽ ചവിട്ടി നിൽക്കുന്ന അധികാരമണ്ണ് ഒലിച്ചു പോകുകയും താൻ അധികാരത്തിലിരിക്കുന്ന കാലത്ത് രാഹുൽ ഗാന്ധി ഉയർത്തിയ വാദങ്ങളിൽ തെളിവ് രാഹുലിൻ്റെ കയ്യിൽ ഉണ്ട് എന്നതിനാലും താൻ വിചാരണ ചെയ്യപ്പെട്ട് അഴിക്കുള്ളിൽ അകപ്പെട്ടു പോകും എന്നതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ മോദി ഭയപ്പെടുന്നത്. തന്നെ വിടാതെ, തൻ്റെ നിഴലിനെ പോലും രാഹുൽ ഗാന്ധി വിടാതെ പിന്തുടരുമ്പോൾ മോദിക്ക് പേടി സ്വപ്നം തന്നെയാണ്. രാജ്യം ആഭ്യന്തരമായി അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നാണ് അടുത്തത്. പ്രധാനമന്ത്രിയുടെ ഭരണഘടനാപരമായ വ്യതിചലനം, വോട്ട് നിഷേധം, വോട്ട് കൊള്ള, അദാനി അംബാനി മുതലുള്ള ബിസിനസ് ഭീമന്മാർക്കായി മോദിയുടെ നേരിട്ടുള്ള സാമ്പത്തിക ഇടപെടൽ, വർഗീയ ചരിത്രം വായിച്ചുകൊണ്ട് പുതിയ BJP RSS ചരിത്രം രചിക്കൽ തുടങ്ങി അനേക ആഭ്യന്തര ശിഥിലീകരണമൊക്കെ രാജ്യം നേരിടുന്ന, ആഭ്യന്തരമായി അനുഭവിക്കുന്ന വെല്ലുവിളികളാണ്. ഇനി ആറാമത്തെ കാര്യം, ഇന്ത്യയുടെ ഭാവി എവിടെ ഭദ്രമാകുമെന്നതാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഭാവി കോൺഗ്രസിൽ രാഹുൽ ഗാന്ധിയിൽ മാത്രമാകും ഭദ്രമാകുക. ഇതാണ് രാജ്യത്തിൻ്റെ മൊത്തം ജനതയുടെ വിലയിരുത്തൽ. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങൾ ഇന്ത്യയിൽ ജനം ഏറ്റെടുക്കുന്നത്. ജെൻസിയും സ്ത്രീകളും കുട്ടികളും കർഷകരും സംരംഭകരും അടക്കമുള്ള ആളുകളൊക്കെ തന്നെ രാഹുലിൻ്റെ ശബ്ദത്തിനായി കാതുകൂർപ്പിക്കുമ്പോൾ അത് രാജ്യത്തിൻ്റെ രക്ഷയ്ക്കായുള്ള ഉറ്റുനോട്ടമാവുകയാണ്. ശരിക്കും രാജ്യം ആവശ്യപ്പെടുകയാണ് രാഹുലിൻ്റെ നേതൃത്വം. അത് സംഭവിക്കുന്നതോടെ രാജ്യം ഒരു വലിയ രാക്ഷസീയ ഭരണത്തിൽ നിന്നും രക്ഷ നേടും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.